Only available at the college and the features only under. Product marketable ആയിരിക്കണം. എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. അതിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ മനസ്സിലാക്കി. ഓക്കെ. ഞങ്ങൾ വി ആർ ഫ്രം NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഞങ്ങളുടെ ടീമിന്റെ നെയിം വെലോക്സ് എന്നാണ്. ഞങ്ങൾ 7 മെമ്പർ ടീമാണ്. ബേസിക്കലി 5 ഫസ്റ്റ് ഇയേഴ്സും പിന്നെ ഞങ്ങൾ 2 സെക്കൻഡ് ഇയേഴ്സും ആണ് ടീമിൽ കൺസിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ ഡിസൈന് ഉദ്ദേശിച്ചത് ഗ്രാവൽ സൈക്കിളാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡ്രോപ്പ് ബാർ ആണ്. പിന്നെ ഈ സൈക്കിൾ ഒരു പ്രത്യേകത പറയുന്നത് ഇതിന്റെ ടയർസ് വളരെ അൾട്രാ തിന്നാണ്. സോ റേസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇത്ര തിൻ ടയർ ഇവിടെ ആരും കൊണ്ടുവന്നിട്ടില്ലാന്ന് കേട്ടത്. ഇതിന്റെ വിഡ്ത്ത് വന്നിട്ട് 24 mm ആണ്. പിന്നെ ഞങ്ങൾ ഇതിൽ കൊണ്ടുവന്ന ഇന്നോവേഷൻ വരുന്നത് വേരിയബിൾ ക്രാങ്ക് ആണ്. ഈ സംഭവം ക്രാങ്ക് ലെങ്ത് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു യൂസ് കേസ് എന്ന് പറയുന്നത് ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പീപ്പിൾ ഉണ്ടാവും. ചിലർക്ക് കാലിലെ ലെങ്ത്തിന്റെ വേരിയേഷൻ ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ലെഗ് ലെങ്ത് ആയിരിക്കും. അപ്പൊ അതേപോലെ തന്നെ ഞങ്ങൾ തന്നെ പല ഡിഫറെന്റ് ഹൈറ്റും ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് തന്നെ കംഫർട്ടബിൾ ആയിട്ട് ഓട്ടാൻ വേണ്ടിയിട്ട് ഇത് വേരി ചെയ്ത് ക്രാങ്ക് ലെങ്ത് വേരി ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഇവിടെ സീറ്റ്സ് അസിമെട്രിക് സീറ്റ് സ്റ്റേസ് ആണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ സാധാരണ എല്ലാ സൈക്കിളും കാണാം ഇതും ഒരേ സ്ഥലത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത് ഇതൊരു 5 സെന്റിമീറ്റർ അടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ സൈക്കിളിലും ഡ്രൈവ് ട്രെയിൻ റൈറ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. അത് വന്നിട്ട് റൈറ്റ് ഡോമിനന്റ് പീപ്പിൾക്ക് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ഡിസൈൻഡ് ആണ്. അപ്പോൾ അത് കാരണം ഒരു 2 to 3 kgs റൈറ്റ് സൈഡിലേക്ക് ലീന് കൂടുതലായിരിക്കും. അപ്പോൾ അത് ബാലൻസ് ചെയ്യാനും കൗണ്ടർ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്കുള്ള ലാറ്ററൽ സ്ട്രെയിൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ടോർഷൻ കുറവായിരിക്കും. അപ്പോൾ അത് നമ്മൾ ടേണിങ്സിലൊക്കെ പോകുമ്പോൾ സൈക്കിളിന്റെ ബാലൻസ് കൂട്ടാനും സ്റ്റെബിലിറ്റി കൂട്ടാനും സഹായിക്കും. അപ്പോൾ നെഗ്ലിജിബിൾ ആയ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് ആണെങ്കിലും അതിന്റെ ഇമ്പാക്ട് അത്യാവശ്യം ഉണ്ടാവും. പിന്നെ നമ്മുടെ 21 സ്പീഡ് മൾട്ടി ഗിയർ സൈക്കിളാണ്. അത് BDCയിൽ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. ആൻഡ് ഇതുപോലെ ഇനി ഇതിൽ കുറെ ഇംപ്രൂവ്മെന്റ്സ് ചെയ്യാനുണ്ട്. പക്ഷേ വി ട്രൈഡ് അവർ ബെസ്റ്റ്. പല സംസ്ഥാനങ്ങളിൽ നിന്നായി 37ഓളം ടീമുകൾ, വിവിധ എഞ്ചിനീയറിംഗ് കോളേജിലെ ടീമുകളാണ് ഈ ബൈസിക്കിൾ ഡിസൈൻ ചലഞ്ചിൽ പങ്കെടുത്തത്. ഈ സൈക്കിളിന്റെ പണി പുരോഗമിക്കുന്നതേ ഉള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അബില്ലാതാണ് ഇതുവരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് ആണ് ഇത് ചെയ്യുന്നത്. ഇവർ അബ് ഒഴിവാക്കി പകരം ബെയറിംഗ് കൊടുത്താണ് ഇവരിത് അബ് ഒഴിവാക്കാന്നുള്ളൊരു കാര്യം പ്രാക്ടിക്കലാക്കിയിരിക്കുന്നത്. ഇതെന്നാ ഈ ചെയിൻ ഇതിലെയാണ് പോകുന്നത്. അകത്ത് ഈ റോളറുണ്ട് ഫ്രണ്ടിൽ. போன பேக்ல போட்டு போயிட்டான். അത് ലൈവ് ആയിരുന്നില്ലേ? ഹലോ ഗൈസ്, ഞങ്ങൾ ടീം ത്വര ഫ്രം NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട്. സോ ഇതാണ് ഞങ്ങളുടെ ബൈസിക്കിൾ. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രെയിം തന്നെയാണ്. കൺവെൻഷണൽ മെറ്റീരിയൽ അല്ലാണ്ട് ഈ സ്റ്റീലോ അലുമിനിയോ അല്ലാണ്ട് ഞങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് നോക്കിയതാണ്. ഫൈബർ ഗ്ലാസ് റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് വിത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജോയിന്റ്. ഇതിൻ്റെ സ്ട്രെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വളരെ ഹൈ ആണ്. പിന്നെ പവർ ട്രാൻസ്മിഷനിലോട്ട് വരുമ്പോൾ ചെയിൻ അല്ലാതെ ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് ഷാഫ്റ്റ് ബിവൽ ഗിയർ ട്രാൻസ്മിഷൻ സിസ്റ്റമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ്? അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു വട്ടം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് മാറ്റേണ്ട ആവശ്യമില്ല. ഈ ചെയിൻ ആണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റലും ഈ റിപ്പയർ ചെയ്യാലൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. അതേപോലെ തന്നെ ഇതിനെ സുഖമായിട്ട് ഡിസ്അസംബിൾ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. എഫിഷ്യൻസി എങ്ങനെയാണ്? Efficiency comparatively on long time it's more efficient than chain. പിന്നെ ഇത് ഈ ഫുൾ സൈക്കിൾ നമുക്ക് 2 ടൂൾസും വെച്ചിട്ട് അസംബിൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രിപ്പ് ആക്ടിവേറ്റഡ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. ഇത് പുറകിലോട്ട് ആക്കി കഴിഞ്ഞാൽ ലൈക്ക് ബ്രേക്ക് ബൈക്കിൽ എങ്ങനെയാണ് ഇതിങ്ങനെ ആക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് പോകുന്ന പകരം ഇത് ഇങ്ങനെ ആക്കുമ്പോൾ ബ്രേക്ക് ആവും. ഫ്രണ്ട് ബ്രേക്ക് ബാക്ക് ബ്രേക്ക് അങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ
രണ്ട് ടൂൾസും വെച്ച് ഫുൾ ഡിസസംബിൾ അസംബിൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മോഡുലാർ ഫ്രെയിം ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു ചെറിയൊരു പാർട്ടിന് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഈ സാധാ സൈക്കിളിലാണെങ്കിൽ ഒരു ഫ്രെയിമിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഫുൾ ഫ്രെയിം മാറ്റണമല്ലോ. പക്ഷെ അവിടെ ഇതിന്റെ ആവശ്യമില്ല. ഇവിടെ ഒരു പാർട്ടിനാണ് പറ്റണമെങ്കിൽ അത് ജസ്റ്റ് റീപ്ലേസ് ചെയ്യാം. അതാണിപ്പോൾ ഞങ്ങളുടെ സൈക്കിളിനെ പറ്റി ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ സീറ്റ് ട്യൂബ് ആംഗിൾ 90 ഡിഗ്രി ആയാലും ഇതിന്റെ എഫക്റ്റീവ് സീറ്റിംഗ് ആംഗിൾ 75 ഡിഗ്രിയാണ്, വിച്ച് ഈസ് മോർ കംഫർട്ടബിൾ ഫോർ ഈസി സിറ്റി ഡ്രൈവിംഗ്. പിന്നെ ഇത് ഓടിക്കാൻ വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് സിംപ്ലി സാധാ സൈക്കിൾ പോലെ ചവിട്ടാം. പിന്നെ ബ്രേക്കിംഗ് വളരെ എളുപ്പമാണ്, അത്രേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് നിർത്താനും പറ്റുന്നതാണ്. ഡിസൈനിങ്ങിലെ പുതിയ ആശയങ്ങളൊക്കെ പ്രാവർത്തികമായി കൊണ്ടുവരുന്ന രൂപകൽപ്പന ചെയ്ത് യാഥാർത്ഥ്യമാകുന്ന സൈക്കിളുകൾ ഇവിടെ ഓരോ ടെസ്റ്റ് ചെയ്യും. അത് വാഹനം സ്ലോ റേസ് ഉണ്ട്, സ്പീഡ് റേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ബം ടെസ്റ്റ് നടക്കുന്ന സ്ഥലമാണിത്. ഇവിടെ വണ്ടിയുടെ ഒരു ഡ്യൂറബിലിറ്റി അല്ല, അതിൻ്റെ പോലെ മേക്കിങ്ങിൻ്റെ ക്വാളിറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഈ ബം ടെസ്റ്റിലൂടെ 3 റൗണ്ടാണ് ഇവിടെ ഓരോ വാഹനവും എത്ര സ്പീഡ് കൊണ്ട് ഇത് ഡിസ്റ്റൻസ് ചവിട്ടി പോകുന്നു എന്നുള്ളതൊക്കെ നോക്കി അതിൻ്റെ ഒരു മാർക്കുണ്ട്. അതിനൊക്കെ നോക്കിയിട്ടാണ് ഇതിനുള്ള ഫസ്റ്റ് പ്രൈസ് നൽകുന്നത്. So this is integrated cycle pump, which is used in crisis situations like improper in air pressure and tire. We using இது லூஸ் விடுங்கடா மிஸ் yes big or something like in our home we are having a small dose, like small dose, so we need to transport it into the inside the house, so we need to lose this handlebar. This is the type which is foldable. This is nalla idu pannu. From which college? Nanda Engineering College, Erode. This is handlebar which is foldable. This is a foldable handlebar. How much size? Difference? Size reduce? How much? Size reduce. This is equal to the size of the pedal, width of the pedal. ഇത് ഞങ്ങൾ കുസാറ്റിൽ നിന്നാണ് വരുന്നത്. എല്ലാ കൊല്ലം കുസാറ്റിൽ നിന്ന് ഒരു ബൈസൈക്കിൾ ടീം ഇറങ്ങാറുണ്ട്. ഇതിപ്പോൾ 4ാമത്തെ ബൈസൈക്കിൾ ടീമാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ഗുണമാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്വന്തമായിട്ട് വെൽഡ് ചെയ്ത് എല്ലാം ഫ്രം ദ സ്ക്രാച്ച് ഉണ്ടാക്കുന്ന ഒരു ബൈസൈക്കിളാണ്. അപ്പോൾ പഠിക്കുന്ന വിഷയത്തിനെ കുറിച്ച് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ടൊരു നോളജ് ഗെയിൻ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പിന്നീട് അത് മാത്രമല്ല, ഇത് ഒരു 3D പ്രിന്റഡ് ബോട്ടിൽ ഹോൾഡർ ആണ്. പിന്നീട് നമ്മളൊരു യൂസർ ആക്ച്വേറ്റഡ് ലൂബ്രിക്കേഷൻ ഓയിൽ സിസ്റ്റം വെക്കുന്നുണ്ട്. അതിന്റെ യൂസ് എന്ന് വെച്ചാൽ, നോർമലി നമ്മൾ ഒരു കണ്ടെയ്നർ യൂസ് ചെയ്തിട്ട് ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്ന പകരം നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ ഈ കണ്ടെയ്നറിനകത്ത് ഓയിൽ ഉണ്ട്. അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ ഫ്ലോ ചെയ്തിട്ട് കറക്റ്റ് ചെയിനിൽ വന്ന് അത് വീഴും.
അത് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു ബ്രഷ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഇതിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഡേർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് പിന്നെ ഇത് യൂസ് ചെയ്ത് നമ്മൾ കുറച്ചും കൂടി മാനുവലി സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. അതുപോലെ പിന്നെ വേറെ നമ്മൾ പുതിയതായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് ലൈൻ നമ്മൾ ഈ ഒരു ഇത്രയും സ്പേസ് വെറുതെ ആകുന്നുണ്ട്, ഇതിൻ്റെ അകം ഹോളോ ആണ്. സോ ഇതിൻ്റെ ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഇതിൽ ഒരു ഹോൾ ഇട്ട് ഈ ബ്രേക്ക് ലൈൻ ഇതിലെ കൂടെ നേരെ താഴെ നിന്നാണ് എടുത്തേക്കുന്നത്. സോ നമുക്ക് ആ ഒരു ബ്രേക്ക് ലൈൻ പുറത്ത് വരുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ബൾക്കിനെസ് ഫീൽ ചെയ്യത്തുമില്ല, നല്ല വൃത്തിക്ക് കിടക്കുകയും ചെയ്യും, പിന്നെ ആ ലൈനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. അതാണ് നമ്മളിപ്പം പുതിയതായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ നമ്മളിലെ വെൽഡിംഗ് നമ്മൾ തന്നെ നമ്മളെ കോളേജിൽ നിന്ന് സ്റ്റുഡൻസ് തന്നെയാണ് ചെയ്തത്, നമ്മൾ പുറത്തുനിന്നും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. പിന്നെ ഡിസൈൻ എല്ലാം നമ്മൾ CAD തന്നെ നമ്മൾ തന്നെ സ്റ്റുഡൻസ് തന്നെയാണ് ഡിസൈൻ ചെയ്തത്. നമ്മൾ CAD-ൽ ചെയ്തിട്ട് അതിന്റെ അനാലിസിസ് നമ്മളൊരു അനാലിസിസ് സോഫ്റ്റ്വെയറിൽ ചെയ്ത് പിന്നീട് അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ യൂസറിന്റെ എർഗണോമിക്സ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതും ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി എല്ലാ ടെസ്റ്റും എല്ലാ അസസ്മെന്റും കഴിഞ്ഞിട്ടാണ് നമ്മൾ അവസാനമായിട്ട് ഒരു സൈക്കിൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത്.